ഹേയ്, ഹായ്. ഞാൻ ഫെലിക്സ്. ഫെലി എന്ന് വിളിക്കും. ഞാനിവിടെ ഫസ്റ്റ് ഇയർ സൂളജി സ്റ്റുഡന്റാ. ആൻഡ് യു? കന്നിമലരെ കണ്ണിനഴകെ അരികിലായാരു നീ എന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനായി വന്നു നീ കന്നിമലരെ കണ്ണിനഴകെ അരികിലായാരു നീ. ഞാൻ എസ്തർ. എസ്തു എന്ന് വിളിച്ചോ. ഞാനും സെയിം ക്ലാസ്സിലാ. ഓ, നൈസ് നെയിം. അപ്പോ ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ഓക്കെ, എന്നാ വാ സീനിയേഴ്സിനെ കണ്ണിൽ പെടാത്ത ക്ലാസ്സിൽ കയറാം. ഹേ, ഡോണ്ട് വെറി എസ്തു. ഈ ഫിലിക്സ് ഇവിടെ ഉള്ളപ്പോ ഒരു സീനും നമ്മൾ ആക്ട് ചെയ്യൂല. അല്ല മോനാര് നല്ല ഗാങ്സ്റ്റർ ആണോ? ഈ ഗാങ്സ്റ്റർ എന്ന് പറയുമ്പോ അയാളുടെ കൂടെ കുറെ പേര് കാണില്ലേ? ഈ ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ ഞാൻ ഗാങ്സ്റ്റർ അല്ല, മോൺസ്റ്ററാ. മതിയടാ, ഞാൻ കണ്ടതാ KGF. ഹി ഏറ്റില്ല അല്ലേ? ഒട്ടുമില്ല. എന്നാ വാ പോകാം. ഡാ ആയു, ആ വരുന്നത് നിന്റെ എനിമി അല്ലുവല്ലേ? ഡോണ് 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 സീന് 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 മാന് 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 ഗോണ് 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 ഗുണ്ടാന കണ്ണാല കുത്താമ കുത്താര നീ ഒന്ന കണ്ടാലും പത്താരടി റോജാ പൂജെ കത്താൽ രാജാന സാഞ്ചിട്ട മുന്നേ എങ്കെത്ത് നിക്ക. അതെ ആയു, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നീയും അല്ലും തമ്മിൽ ചൈൽഡ് മുതലേ അറിയാം. +2 വരെ നല്ല ഫ്രണ്ട്സുമായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയേ? എനിക്കിപ്പോ അതിനെ കുറിച്ച് ഓർക്കാൻ ഇഷ്ടമല്ല. സോ പ്ലീസ് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ എന്താ ക്ലാസ്സിലേക്ക് പോകുക? നിക്ക്, നമുക്ക് റാക്ക് ചെയ്യാന്നേ. ഞാനില്ല, നീ ചെയ്തോ. ഓ, നീ ചെയ്യണ്ട, ബട്ട് ഇവിടെ നിൽക്കടാ. ഓക്കെ, ഇതാ വന്നല്ലോ നിന്റെ ഫിയാൻസി. ആയു, I missed you. ഇഷാനി, ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തെന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ലേ നിനക്ക്? ഓ സോറി. അല്ല ജാക്കോ, എന്താ ഇവിടെ പരിപാടി? ഹേയ്, ചുമ്മാ റാഗിങ്. ഹോ റിയലി? എന്നാ ഞാനും ഉണ്ട്. ഹേ യു ടു കം ഹിയർ. നിങ്ങളുടെ നെയിം എന്താ? ഞാൻ ഫിലിക്സ്. ചേട്ടന്റെ നെയിമോ? ഓ, ഓവർ സ്മാർട്ട്. തീർത്തു തരാം. ഡി, നിന്റെ നെയിം എന്താ? സർ. പിന്നെ ചേച്ചി, ഈ എടി പോടി എന്നൊക്കെ വേറെ വല്ലവരും വിളിച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. വന്ന അന്ന് തന്നെ എന്റെ മികട്ട് കയറുന്നോ നിന്നെ ഞാൻ? ഇഷാനി, ഡോണ്ട് ടച്ച് ഹർ. ആയു, നീ കേട്ടതല്ലേ അവൾ പറഞ്ഞത്? ഇഷാനി, നിന്റെ ഭാഗത്താണ് തെറ്റ്, അല്ലാതെ അവളുടെ അല്ല. ആയു ബട്ട്. ജസ്റ്റ് ഷട്ട് അപ്പ്. നീ ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഫെലി വാ പോകാം. ഇറ്റ്സ് എസ്തർ. സോറി എസ്തർ, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. പ്ലീസ് എസ്തർ, നീ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്ക്. കണ്ടതിനേക്കാൾ കൂടുതൽ എന്ത് പറയാനുള്ളത്? എസ്തർ പ്ലീസ്. ഞാൻ ആയു, അത് എനിക്കറിയാവുന്ന കുട്ടിയാ. കോഴിക്കുഞ്ഞ്. റിലാക്സ് മാമേ, റിലീസ് നാനേ, ഇനി ഊരേ എൻകിட்ட മാറ്റിക്കിച്ചടാ. I'm a bad 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 boy. I'm a bad 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 boy. I'm a bad boy. I'm a bad boy. ആരിത്? എന്താ ഹണി ബണ്ണോ? നീ എങ്ങനെയാണ് കറക്റ്റ് ഈ കോളേജിൽ തന്നെ ജോയിൻ ചെയ്തേ? അതാണ് ഞാൻ. അല്ല, ഇതാരാ? ഓ, ഇത് ഫെലി.
പള്ളിയോ? പള്ളിയല്ല, ഫെലിക്സ്. എവിടുന്ന് കിട്ടിയതാ? ഓ, എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ല്. ഓക്കേ. ആരിത്? ചെയർമാനോ? അങ്ങെന്താവോ ഈ പാവപ്പെട്ടവരെ അന്വേഷിച്ച്? നീ എസ്തറിന്റെ പിന്നാലുള്ള നടത്തം നിർത്തിക്കോ. ഞാൻ പണ്ടേ വാൺ ചെയ്തതാ. ഇത് പറയാൻ നീ ആരാവട്ടെ? ആരുമല്ലല്ലോ. നീ നിന്റെ ഫിയാൻസിയുടെ പുറകെ ആരെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്ക്. അല്ലാതെ കണ്ട പെൺകുട്ടികളുടെ കാര്യം നീ നോക്കണ്ട. എസ്തു എനിക്ക് കണ്ട പെണ്ണല്ല എന്ന് ആരെക്കാളും നന്നായി നിനക്കറിയാം. എന്നിട്ട് എന്തിനാ ഈ ഡയലോഗ്? അതൊക്കെ പണ്ടായിരുന്നു. അവൾ തന്നെ അന്ന് ക്ലിയർ ആക്കി പറഞ്ഞതല്ലേ അവൾ നിന്റെ ആരുമല്ല എന്ന്. എന്നിട്ടും എന്തിനാ ഈ നാടകം? അത് അന്നല്ലേ. ഒന്ന് മനസ്സറിഞ്ഞാൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നീ കൂടുതൽ ഇനി അങ്ങോട്ട് പോണ്ട. തീർന്നത് തന്നെ. നിനക്ക് നാണമില്ലേ ഒരു ഫിയാൻസി ഉണ്ടായിട്ട് അവളുടെ പുറകെ നടക്കാൻ? എന്തായാലും ഇനി ഒരിക്കലും അവൾ നിന്റെ അവൻ പോകുന്നില്ല. നമുക്ക് കാണാം. നീയും ഹലവും നേരത്തെ കണ്ട പെൺകൊച്ചിന്റെ പേരിൽ എന്തിനാ വഴക്കിട്ടെ? ഡു യു നോ ഹർ? യെസ്, ബട്ട് ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല ചാക്കു. സോ പ്ലീസ്. ശരിയടാ, ഞാനിപ്പൊന്നും ചോദിക്കുന്നില്ല. ഈ ടൈമിലൊക്കെ അല്ലു എസ്തുവുമായി ഒന്നും കൂടി അടുത്തു. ലൈക്ക് എന്തുണ്ടെങ്കിലും ഫസ്റ്റ് അവൾ അവനോടാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ അവളുടെ സേഫ് പ്ലേസ് അതും അവനായി മാറിയിരുന്നു. ആയു എസ്തുവിനോട് ഒരുപാട് തവണ സംസാരിക്കാൻ ശ്രമിച്ചു. ബട്ട് അവൾ നിന്നു കൊടുത്തില്ല. അല്ലെങ്കിൽ അല്ലു വന്ന് അവളെ വിളിച്ചോണ്ട് പോകും. ഇതൊക്കെ കൊണ്ട് ആയുവിന് അല്ലുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പിന്നെ ഇഷാനിയുടെയും ആയുവിന്റെയും കാര്യം പറയുവാണെങ്കിൽ എസ്തു ഈ കോളേജിൽ വരുന്നതിന് മുമ്പ് ആയുവിന് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇഷാനി നിർബന്ധിച്ച് അവനെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ എസ്തു വന്നതിന് ശേഷം ആയു ഇഷാനിക്ക് ടൈം പോലും കൊടുക്കാറില്ല. അവളെ അവോയ്ഡ് ചെയ്യാറാണ്. ഇഷാനിക്ക് അത് എസ്തു കാരണമാണെന്നറിയാം. ഈ ഒരു പേരിൽ ഇഷാനി എസ്തുവിന്റെ അടുത്ത് വഴക്കാണ്. പിന്നെ ഫെലിക്സ് പലപ്പോഴും ആയുവും എസ്തും തമ്മിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കാറുണ്ട്. എസ്തു പറയും ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഒഴിയാറാണ് പതിവ്. ഇതുപോലെ തന്നെ ജാക്കു ആയുവിന്റെ അടുത്തും ചോദിക്കും. പിന്നെ എസ്തുവിന്റെയും ഫെലിയുടെയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ അവർ ഒരുപാട് ക്ലോസ് ആയി. ഫെലി എസ്തുവിന്റെ പ്രൊട്ടക്ടർ ആയിരുന്നു. ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ എസ്തു കോളേജ് ക്യൂനായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പ്രപ്പോസൽസും വന്നു. അവരുടെ കയ്യിൽ നിന്നും ഒക്കെ അവളെ രക്ഷിക്കുന്നത് ഫെലിയാണ്. പിന്നെ ഇഷാനിക്ക് എസ്റ്റിനോട് ദേഷ്യം തോന്നാനുള്ള വേറൊരു കാര്യം കൂടിയായിരുന്നു ഇത്. എല്ലാവരുടെയും അറ്റൻഷൻ അവൾക്ക് പോകുന്നു എന്നത്. ഇതൊക്കെ കൊണ്ട് ഇഷാനിക്ക് എസ്സുവിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉള്ളത്. ആയുവിനിത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ എസ്തുവിന്റെ പുറകെ ഒരു നിഴൽ പോലെ ആയു എപ്പോഴും ഉണ്ടാകും. എന്നാൽ എസ്തു അത് അറിയാറില്ല. ആയു, എന്താടാ? എനിക്ക് ഇന്നെങ്കിലും അറിയണം നീയും അല്ലുവുമായുള്ള പ്രശ്നം. പിന്നെ നീ ഇഷാനിയെ ഇത്രയും അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ ആ കുട്ടിയാണ്. അതും എനിക്ക് അറിയണം. നീ ഒന്ന് പറ. ഓക്കെ, ഞാൻ പറയാം. ഒരു 3 വർഷം മുമ്പ്, അതായത് ഞാനും അലനും +2 പഠിക്കുന്ന ടൈം, ആ കുട്ടി അതായത് എസ്തോ 10th ഞാനും അല്ലുവും ആ ടൈമിൽ ചുമ്മാ അതിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോഴാണ് എസ്തോനെ +1 പഠിക്കുന്ന 2 ബോയ്സ് റാഗ് ചെയ്യുന്നത് കണ്ടത്. ആദ്യം ഞങ്ങൾ കരുതി അത് വെറുമൊരു ഫണ്ടിന് വേണ്ടിയാണെന്ന്. പിന്നെയാണ് എസ്തു കരയുന്നത് കണ്ടത്. സോ ഞങ്ങൾ അതിൽ ഇടപെട്ടു. അവളെ അവരുടെ അടുത്ത് നിന്നും രക്ഷിച്ചു. പിന്നെ അവിടെ ഞങ്ങൾ 3 പേരും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായി. ഇടയ്ക്ക് വെച്ച് എനിക്ക് എസ്തറിനോട് ഉണ്ടായത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് അവളോടുണ്ടായിരുന്നത് ലവ് ആയിരുന്നു. പക്ഷേ അത് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാതാവും എന്ന് കരുതി. അതുകൊണ്ട് പറയാൻ ഞാൻ മടിച്ചു. പിന്നെ അവൾ എന്റെ അടുത്ത് ചില ടൈമിൽ പെരുമാറുന്ന രീതിയിൽ അവൾക്ക് എന്നോട് എന്തോ ഉള്ളതുപോലെ തോന്നി. അതൊന്ന് വെരിഫൈ ചെയ്യാൻ ഞാൻ ഹല്ലോനോട് പറഞ്ഞു. അവൻ
എന്തിനു വേണ്ടിയാ എന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോ അവൻ തന്നെ പറഞ്ഞു ഡയറക്ടറെ പ്രപ്പോസ് ചെയ്താ പോരെ എന്ന്. ബട്ട് എനിക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെ അത് അവൻ പറയാമെന്ന് പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന്. അന്നു മുതൽ ഞാൻ അവളെ അവോയ്ഡ് ചെയ്തു. ഒരു 2 days കഴിഞ്ഞപ്പോ അവൾ എന്നോട് ചോദിച്ചു, യാനിച്ചായ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ അവോയ്ഡ് ചെയ്തില്ലല്ലോ, നിനക്കത് തോന്നുന്നതാ? എന്റെ തോന്നലൊന്നുമല്ല, ഇച്ചായൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് പറ. ഓക്കെ ഫൈൻ, നിനക്കിപ്പോ ഞാൻ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ? എന്നാ കേട്ടോ, നിനക്കെന്നെ ഇഷ്ടമല്ലാത്ത കൊണ്ട് നീ അൺകംഫർട്ടബിൾ ആവണ്ട എന്ന് കരുതി. പിന്നെ എനിക്ക് നിന്നിൽ നിന്നും ഡിസ്റ്റൻസ് കീപ് ചെയ്യണമെന്ന് തോന്നി. വാട്ട്? ഇച്ചായൻ എന്തൊക്കെയാ പറയുന്നേ? അത് ഇച്ചായൻ എന്നോട് എപ്പോഴാ ഇഷ്ടമാണെന്ന് പറഞ്ഞേ? എസ്തർ, എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയാണ് നിന്റെ അഭിനയമെങ്കിൽ വേണ്ട. ഞാൻ എപ്പോ മുതലാ ഇച്ചായനെ എസ്തർ ആയത്? പിന്നെ ഞാൻ എന്ത് അഭിനയിച്ചു എന്നായി പറയുന്നേ? നീ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അന്ന് മുതൽ നിനക്കിപ്പോ ഒന്നും അറിയില്ല. അല്ലു വന്ന് എനിക്ക് തന്നെ ഇഷ്ടമാണെന്നും നീ അതിൽ എന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞത് ഒന്നും നിനക്ക് അറിയില്ല അല്ലേ? വാട്ട്? അതിന് കോഴിക്കുഞ്ഞു വന്ന് പറഞ്ഞത് അവന് എന്നെ ഇഷ്ടമാണെന്നാ, അല്ലാതെ ഇച്ചായൻ എന്നെ ഇഷ്ടമാണെന്നല്ല. നീ വെറുതെ പറയല്ലേ എസ്തോ? വെറുതെ അല്ല, ഇതാണ് സത്യം. അപ്പോ നീ അവനെ ഇഷ്ടമല്ല എന്നാണോ പറഞ്ഞത്? അതെ, ഞാൻ കോഴിക്കുഞ്ഞെ ഒരു ഫ്രണ്ട്, ബ്രദർ എന്ന രീതിയിലേ കണ്ടിട്ടുള്ളൂ. വെയിറ്റ്, നീ ഇവിടെ നിക്ക്, ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരാം. അതെന്തിനാ? അതൊകൊണ്ട് നീ വെയിറ്റ് ആക്ക്, വന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയോ? എന്താടാ ആയോ? നീ നീ കാണിക്കണ്ടേ? എന്നെ വിട്ടേ. പൊന്നാര മോനെ, നീ കൂടെ നിന്ന് ചതിക്കുക അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, മനസ്സിലാത്തൊരു പാവം. നീ എസ്റ്റിനോട് ചെന്ന് എനിക്ക് ഇഷ്ടമാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? അതെ. കള്ളം പറയുന്നോ നായെ? അവൾ എന്നോടെല്ലാം പറഞ്ഞു. ഓ, അപ്പൊ നീ എല്ലാം അറിഞ്ഞു. എന്നാ നീ എനിക്ക് അവളെ വിട്ടു തന്നേക്ക്. ഇൻ യുവർ ഡ്രീംസ് ഒരു പക്ഷേ നീ കാര്യം എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മാറി തന്നേനെ. ബട്ട് ഇനിയില്ല. നീ കൂടെ നിന്ന് ചതിച്ചു. ഇനി എനിക്ക് നിന്നെ പോലൊരു ഫ്രണ്ട് ഇല്ല. പിന്നെ ഇനി അവളുടെ പിറകോളം നടത്തം നിർത്തിക്കോ. ഷീസ് മൈൻ. നമുക്ക് കാണാം. ഞാൻ ഒരിക്കലും അവളെ നിനക്ക് വിട്ടു തരില്ല. ഈ അലൻ ഒന്നും വിട്ടുകളയാൻ ശീലമില്ല, നേടിയെടുത്തേ ശീലമുള്ളൂ. അതേപോലെ എസ്തറിനെയും ഞാൻ നേടും. നിനക്ക് നേടിയെടുത്ത ശീലമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഈ വിട്ടം നീ നേടില്ല. ഒരു പക്ഷേ ഞാനില്ലെങ്കിൽ പോലും അവൾ നിന്നെ സ്നേഹിക്കില്ലായിരുന്നു. ബിക്കോസ് നീ അവൾക്ക് ഇവാനെ പോലെയാണ്. നമുക്ക് കാണാം. അല്ല, ആരാ ഈ ഇവാൻ? ഹോ, അതുപോലും അറിയാതെയാണോ നീ അവളുടെ പുറകെ നടക്കുന്നേ? ഇവാൻ അവളുടെ ബ്രദറാണ്. നിന്നെയും അവളൊരു ബ്രദറായാണ് കാണുന്നത്. മോന്റെ സ്വപ്നം കൊള്ളാം. നീ തന്നെ ഓരോന്ന് പറഞ്ഞു നടന്നോ? ഞാൻ പറയുന്നതല്ല, അവൾ തന്നെ എന്നോട് പറഞ്ഞതാണിത്. അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. എന്റെ അടുത്ത് നിന്നും അവൾക്ക് ആ ഒരു വൈബ് ഞാൻ കൊടുത്തിട്ടില്ല. നീ കൊടുത്തിട്ടുണ്ടാവില്ല, ബട്ട് അതാണ് അവൾക്ക് തോന്നിയത്. വാട്ടെവർ, അറ്റ് ലാസ്റ്റ് ഷീസ് ഇൻ മൈ ഹാൻഡ്. കാണാം. എവിടെ പോയതാ? ഞാൻ അല്ലുവിനോട് സംസാരിക്കാൻ. എന്തിനാ? അതൊന്നുമില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു ചായ. ഐ ആം നോട്ട് ഗുഡ് അറ്റ് വേർഡ്സ്. ഇതിനു മുമ്പ് ആരോടും ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല, ബട്ട് ഇപ്പൊ പറയാതെ പറ്റില്ല. ബെയർ, ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു.
as a life partner. That much I love you deeply and madly. I'm in love with you. I really love you from bottom of my heart. Will you be mine forever as a friend, lover, wife, etc.? ഇച്ചായ, ഇതൊക്കെ സത്യമാണോ? ഞാൻ വിശ്വസിച്ചോട്ടെ? Yes, my bear. നിനക്ക് വിശ്വസിക്കാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. I love you, ഇച്ചായ. എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവില്ലേ? ഉറപ്പായും ഞാൻ കാണും. അങ്ങനെ ഞങ്ങളുടെ ലവ് ലൈഫ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അല്ല കുറെ തവണ ഞങ്ങളെ പിരിക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. എസ്തോന് ഇതൊന്നും അറിയത്തില്ല, കാരണം ഒരിക്കലും അവളെ ഞാൻ അവളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുമില്ല. കാരണം എനിക്ക് അവളെ നന്നായി അറിയാം. അങ്ങനെ എന്റെ +2 ലൈഫ് തീരുന്ന ടൈമിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ക്ലബിൽ ഫെയർവെൽ പാർട്ടി നടത്തി. അതായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയ സിറ്റുവേഷൻ. ഞാൻ ആൽക്കഹോളിന്റെ പുറത്ത് ഇഷാനിയുമായി നടക്കാൻ പാടില്ലാത്തത് നടന്നു. ആ ഒരു കാരണം കൊണ്ടാണ് എന്റെയും അവളെയും എൻഗേജ്മെന്റ് നടന്നതും. എനിക്ക് ഇഷാനിയെ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല, അവളെ എന്നല്ല ആരെയും. പക്ഷേ എല്ലാം തീർന്നു. ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇതിന് നിന്നുകൊടുത്തത്. ആ ഒരു ഇതിനു ശേഷം എസ് എന്നോട് മിണ്ടിയിട്ടില്ല. എന്തിന്, എന്നെ കാണുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ആ ടൈം നന്നായി അവൾ യൂട്ടിലൈസ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. ഡാ, ഇത്രയൊക്കെ ഉണ്ടായോ? അന്ന് ശരിക്കും എന്താ ഉണ്ടായെന്ന് നിനക്കൊന്ന് അന്വേഷിക്കാൻ ഒന്നും തന്നെയില്ല. എല്ലാം നടന്നു കഴിഞ്ഞു. ആ ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇഷാനി എന്റെ ഫിയാൻസി ആയത്. നീ എന്തായാലും ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നടക്കാനുള്ളതൊക്കെ നടന്നില്ലേ. ആകെയുള്ളത് ഇനി എസ്തറിന്റെ കാര്യമാണ്. അതെ, എനിക്കാണെങ്കിൽ എസ്തുവിനെ വിട്ടുകളയാനും കഴിയില്ല, കൂടെ ജീവിക്കാനോ കഴിയാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. ഡോണ്ട് വറി, എല്ലാം ശരിയാകും. ഇത് ദൈവം എന്ന് പറയുന്ന ഒരാൾ കാണുന്നുണ്ട്. അദ്ദേഹം എന്തെങ്കിലും മറമയം കാണിക്കാതെ ഇരിക്കില്ല. എസ്തു, എന്താടാ ഫെലി? ഇപ്പോഴും ഹൈച്ചേട്ടൻ നിന്റെ പുറകെ തന്നെയാണല്ലോ. നീ ഇനിയെങ്കിലും ഒന്ന് പറയോ, എന്താ ആ ചേട്ടൻ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയണം. ഇത്രയുമൊക്കെ ഉണ്ടായോ? അപ്പോ ഇത്രയും നാൾ ആ ചേട്ടൻ നിന്നോട് ടോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ തെറ്റൊന്നും ചെയ്ത് കാണില്ല. നിനക്ക് ആ ചേട്ടന് പറയാനുള്ളത് കേട്ടൂടെ? എനിക്കറിയില്ല ഫെലി, പക്ഷേ എന്തോ എനിക്ക് ഇച്ചാൻ തെറ്റ് ചെയ്തായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇച്ചാൻ പറയുന്നത് കേൾക്കാനും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതാ ഞാൻ ആൾക്ക് പറയാനുള്ളത് കേൾക്കാത്തത്. പിന്നെ ഞാൻ ഇനി അത് കേട്ടിട്ടും കാര്യമൊന്നുമില്ല. ഹീസ് ഓൾറെഡി എൻഗേജ്ഡ്. ഡോണ്ട് ബി സാഡ് എസ്തു. നമുക്ക് എന്താ ഇന്ന് ശരിക്കും നടന്നതെന്ന് അന്വേഷിക്കാം. മേ ബി നിന്റെ ഇച്ചാൻ ഇന്നസെന്റ് ആണെങ്കിലോ? ആയിരിക്കാം, അറിയില്ല. എന്തായാലും കണ്ടുപിടിക്കണം. ആദ്യം ആ ക്ലബിൽ നടന്നതിന്റെ വിഷ്വൽസ് കിട്ടണം. വിഷ്വൽസ് കിട്ടിയാൽ സിമ്പിൾ ആയിരിക്കും. മിക്ക ക്ലബ്സിലും CCTV ക്യാമറ കാണുമല്ലോ. അത് ശരിയാണല്ലോ. അന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. യാ, അവർ ഏത് ക്ലബിലായിരുന്നു എന്ന് നിനക്കറിയാമോ? റോയൽ ക്ലബ്. ചേട്ടനോ? യെസ്, ഞാൻ തന്നെ. അന്ന് നടന്നത് എന്താണെന്ന് എനിക്കും അറിയണം. ഞാൻ അവനോട് ആ ക്ലബിന്റെ നെയിം ചോദിച്ചിട്ട് വരുന്ന വഴിക്കാ നിങ്ങളുടെ കോൺവോ ശ്രദ്ധിച്ചത്. അപ്പോ ഞാൻ കരുതി ഒന്നിച്ച് കണ്ടുപിടിക്കാമെന്ന്. ഇറ്റ്സ് എ നൈസ് ഐഡിയ. ഫെലി, ഇനി എന്താ പ്ലാൻ? എങ്ങനെയാ ക്ലബിൽ നിന്നും വിഷ്വൽസ് കിട്ടും? അതിനെ കുറിച്ച് വേറെ ഇടാവേണ്ട. അവിടുന്ന് വിഷ്വൽസ് കിട്ടാൻ സിമ്പിളാ. ഒരു ഫോൺ കോൾ മതി. ഹേ, അതെങ്ങനെ? ആ ക്ലബ് ഞങ്ങളുടെയാണ്, ദ റോയൽ ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടില്ലേ? അത് എന്റെ അപ്പന്റെയാണ്. അതിലുള്ളതാ ഈ ക്ലബ്. സോ സിമ്പിളായി വിഷ്വൽസ് കിട്ടും. ശരിക്കും ഇത് സമാധാനമായി. അല്ല, ആകെ പുറത്തുള്ള വിഷ്വൽസ് മാത്രമല്ലേ കിട്ടൂ? റൂമിന്റെ അകത്ത് ക്യാമറ ഉണ്ടാവില്ലല്ലോ. അത് കാണില്ല, ബട്ട് ശരിക്കും എന്താ നടന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, അത് വെച്ച് കണ്ടുപിടിക്കാം. ഓഫ് കോഴ്സ്. ഫിലി, നമുക്കിപ്പോ തന്നെ പോകാം. എസ്റ്റർ, നീ മാരിഗോൾഡ് കഫേയിൽ പിച്ചി. നീ ചെല്ലുമ്പം അത് ക്ലോസ് ആയിരിക്കാം. അപ്പോ അവിടെ ഒരു ബെല്ലില്ലേ, അത് റിംഗ് ചെയ്താ ഈ കാർഡ് കാണിച്ചാ മതി. ഓക്കെ, ബട്ട് അത് ക്ലോസ് ചെയ്താ ഈ കാർഡ് കൊടുത്താ എങ്ങനെ കേറാം? ഇറ്റ്സ് മൈ കഫേ. അതാ. അപ്പോ എസ്തു, നീ അങ്ങോട്ട് ചെല്ല്, ഞങ്ങൾ പോയിട്ട് വേഗം വരാം.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ. ഓക്കേടാ. എസ്തോ? നിങ്ങൾ വന്നോ? എന്തായി, കിട്ടിയോ? യെസ് കിട്ടി. നമുക്ക് കണ്ടു നോക്കാം. അതിന് ലാപ്പോ കമ്പ്യൂട്ടറോ വേണ്ടേ? വെയിറ്റ്, മാർട്ടിൻ ചേട്ടാ, എന്താ പിന്നെ? ആ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ലാപ്പ് ഒന്ന് എടുത്തു തരാമോ? ഇപ്പൊ തരാവേ. ഫെലി, ആ പെൻ ഡ്രൈവ് ഇങ്ങോട്ട് താ. ലുക്ക്, ഈശാനി, എന്താ? നിനക്ക് അയാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഹൗ? അതൊക്കെ എനിക്കറിയാം. നിനക്ക് അവനെ വേണ്ടേ? വേണം, ബട്ട് അവനെന്നെ അങ്ങനെ രീതിയിൽ കണ്ടിട്ടില്ലല്ലോ. അതുണ്ടാവില്ല, ബട്ട് ആ രീതിയിൽ കാണാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? നീ അയാന് ഈ ഡ്രിങ്ക് കൊടുക്കണം. ഇതിലെന്താ ഉള്ളത്? ഇതിൽ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് ചേർത്തിട്ടുണ്ട്. എന്തിന്? അതായത് ഈ ഡ്രിങ്ക് അവന് കൊടുക്കുമ്പോൾ അവൻ ഉറക്കം വരാൻ തുടങ്ങും. ആ ടൈമിൽ നീ അവനെ ഒരു റൂമിൽ കൊണ്ട് കിടത്തണം. എന്നിട്ട് നീ അവന്റെ ഷർട്ട് മാറ്റണം. അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇന്റിമേറ്റ് ആയി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ആവുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ അവന്റെ ക്യാരക്ടർ വെച്ച് അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. അപ്പോ നിനക്ക് അവനെ കിട്ടാൻ സിമ്പിൾ അല്ലേ? സൂപ്പർ ഐഡിയ, ബട്ട് ഇത് നടക്കുമോ? ഓഫ് കോഴ്സ്. അപ്പോ എന്റെ ഇച്ഛാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഹലാലാണ് എല്ലാത്തിനും കാരണം. ബട്ട് അവൻ എന്തിനു വേണ്ടിയാ ഇങ്ങനെ ചെയ്യുന്നേ? വെരി സിമ്പിൾ. അയാനുമായിട്ട് നീ ബ്രേക്കപ്പ് ആയാലേ അവന് നിന്നെ കിട്ടൂ എന്നൊരു കാരണം കൊണ്ട്. വാട്ട്? ഇറ്റ്സ് ട്രൂ. എന്നിട്ട് ഇച്ഛാൻ എന്നോട് ഇതിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അവൻ പറയാത്തത് നിനക്ക് അവൻ എങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ആ ഒരു ബോണ്ട് അവൻ കാരണം ഇല്ലാതാവരുതെന്നുമുണ്ട്. എനിവേ ഇസ്തു, നിനക്കിപ്പോ മനസ്സിലായില്ലേ അയാൻ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്? എനിക്ക് ഇപ്പൊ തന്നെ ഇച്ഛാനോട് സംസാരിക്കണം. വെയിറ്റ്, ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കാം. ഹയാൻ ചേട്ടാ, എന്താ? എനിക്കൊരു കാര്യം പറയാൻ. കോളേജ് കഴിഞ്ഞ് ഇത്ര നേരമായില്ലേ? തനിക്ക് വീട്ടിൽ പോകാനായില്ലേ? അത് ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തിനാ? അത് ചേട്ടാ, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. വധ, തനിക്ക് അറിയത്തില്ലേ എന്റെ എൻഗേജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞതാണെന്ന്? പിന്നെ എന്തിനാണ് ഈ പുറകെ നടക്കുന്നത്? ഇതെനിക്കറിയാം, പക്ഷെ ചേട്ടന് ആ ചേച്ചിന് ഇഷ്ടമല്ലല്ലോ. അത് ചേട്ടന്റെ ബിഹേവിയറിൽ കൂടെ എനിക്ക് മനസ്സിലായതാ. എന്ന് കരുതി ഇനി മേല ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നു പോകരുത്. സോറി ചേട്ടാ. എന്താ ചാക്കു? ഞാൻ കോളേജിലാ. ഇല്ലടാ, പ്രിൻസിയുടെ അടുത്തായിരുന്നു. എന്താടാ, എന്തെങ്കിലും സീരിയസ് ആണോ? ഹാടാ, ഞാൻ ഇപ്പൊ വരാം. ഓക്കേടാ. എന്നാലും അവൻ എന്തിനാ ഇത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്താ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെന്ന് തോന്നുന്നു. അവനിപ്പോ വരും. ഹാ ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. എനിക്ക് വീട്ടിൽ വേഗം ചെല്ലാനുണ്ട്. ഫേലി, കുറച്ച് കഴിഞ്ഞു പോകാം. ഇമ്പോർട്ടന്റ് കാര്യമായത് കൊണ്ടാടാ, ഇല്ലെങ്കിൽ ഞാൻ ഇരുന്നേനെ. നീ ചേട്ടനോട് സംസാരിക്ക്, നമുക്ക് നാളെ കാണാം. ശരിയടാ. ജാക്സ, ഹിജായ, ഐ എം സോറി. എന്നോട് ക്ഷമിക്കേ. ഹെസ്തർ, നീ എന്തിനാ സോറി പറയുന്നേ? നീ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താ? എന്നെ എസ്തർ എന്ന് വിളിക്കേണ്ട. ആദ്യം വിളിച്ച പോലെ പേരെന്ന് വിളിച്ചാ മതി. ഇച്ചാൻ സംസാരിക്കാൻ വന്നപ്പോ ഞാൻ കേൾക്കാൻ നിന്നില്ലല്ലോ, അതാ. അത് വേണ്ട ഹെസ്തർ, ഇനിയും ഞാൻ അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല. അതൊക്കെ അന്നേ കഴിഞ്ഞതാ. എന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടല്ലേ ഞാൻ സംസാരിക്കാൻ വന്നപ്പോ നീ കേൾക്കാതെ പോയത്. അങ്ങനെയൊന്നും പറയല്ലേ ഇച്ചായ. ഇച്ചായുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ബട്ട് പെട്ടെന്ന് ഇച്ചായന്റെ എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയപ്പോ ഇൻസെക്യൂരിറ്റിയുടെ പുറത്താണ് ഞാൻ ഇച്ചായനെ അവോയ്ഡ് ചെയ്തത്. പിന്നെ അത് വെറുപ്പായി എപ്പോഴോ മാറി. അതൊക്കെ കൊണ്ടാ, അല്ലാതെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്റെ ഇച്ചായൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എപ്പോഴെങ്കിലും നിനക്കതൊക്കെ മനസ്സിലായല്ലോ. പക്ഷേ നമ്മൾക്കിനി ഒന്നിച്ചൊരു ലൈഫില്ല എസ്തർ. ഞാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. ഡ്രോപ്പ് ദാറ്റ് എൻഗേജ്മെന്റ്. നീ എന്തൊക്കെയാ പറയുന്നേ?
ഒരു കുട്ടിയുടെ ലൈഫ് ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല. അതിന് ആരുടെയും ലൈഫ് ഇല്ലാതാവില്ല. ഇച്ചാൻ ഇപ്പോഴും ആ എൻഗേജ്മെന്റിൽ നിന്നും പിന്മാറാത്തത് അന്ന് നിങ്ങൾ തമ്മിൽ സെക്സ് നടന്നു എന്ന് കരുതിയിട്ടല്ലേ? എന്നാൽ അതൊന്നും ഉണ്ടായിട്ടില്ല. നീ വെറുതെ പറയണ്ട എസ്തർ. വെറുതെ അല്ല, എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ചേട്ടാ, ആ വീഡിയോ ഒന്ന് പ്ലേ ആക്ക്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്കിടയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന്? അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ അവൻ തന്നെയായിരുന്നു അല്ലേ? അതെ. എന്നോട് നേരത്തെ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ ഹലൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന്? അത് എന്റെ തെറ്റായിരുന്നു. ഇനിയിപ്പോ ആയു എന്താ പ്ലാൻ? അവരെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. ബെയർ, ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഈ അയാൻ എസ്തറിനെ വിട്ടുപോവില്ല. ഐ ലവ് യു സോ മച്ച്. യു ആർ ഓൺലി മൈൻ. ഞാനും അതെ. ഇനി ഇച്ചായനെ മറന്നുകൊണ്ട് എനിക്കൊരു ലൈഫില്ല. ഐ ലവ് യു മോർ ഇച്ചായ. യെസ്, ഐ എം ഓൺലി യുവേഴ്സ് ആൻഡ് യു ആർ ഓൺലി മൈൻ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ അകത്തുണ്ടാവും. Can I kiss you? പെർമിഷൻ ചോദിക്കേണ്ട ഇച്ചായ. ഐ എം ഓൾ യുവേഴ്സ്. Every inch of my body only belongs to you. You are the owner of my body, so you can. ഇനി എന്താ പ്ലാൻ ഇച്ചായ? ആദ്യം എന്റെ വീട്ടിൽ ചെന്ന് ഈ വീഡിയോ കാണിക്കണം. എന്നിട്ട് അവളുമായുള്ള മാരേജ് ക്യാൻസൽ ചെയ്യണം. അതിനുശേഷം അവനെയും അവളെയും കാണണം. എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്. പിന്നെ അവർക്കുള്ളത് ഞാൻ കൊടുക്കാം. As your wish. ഈ 1 വീക്കിനുള്ളിൽ അയാൻ അവൻ്റെ വീട്ടിൽ പറഞ്ഞു അവരുടെ മാരേജ് സ്റ്റോപ്പ് ചെയ്തു. ഇഷാനിയും അല്ലാനും ഇത് അറിഞ്ഞിട്ടില്ല. എക്സ്ക്യൂസ് മീ. യെസ്, അയാൻ ചേട്ടനൊന്ന് വിളിക്കാമോ? ഓക്കെ. അയാൻ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ബെയർ, നീ എന്താ ഇപ്പോ ഇവിടെ? ഇച്ചാനെ കാണാൻ. ഓഹോ, എന്നാ വാ, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം. ജാക്സാ, വാടാ. ഞാനുണ്ട്. ചേച്ചി ഒറ്റയ്ക്ക് പോയിക്കോ. എനിക്ക് ഇച്ചാനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ളത്. സോ ഡോണ്ട് ഡിസ്റ്റർബ് us. Who the hell are you to talk me like that? I'm his fiancé. So ഞാനും വരും. ഏത് വകയിൽ? ചേച്ചി, ഇത് ഒരാളുടെ ഫിയാൻസി ആവാൻ ആരെക്കൊണ്ടും പറ്റും എന്ന് കരുതി ആ ആളുടെ ലവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. What the fuck? നിന്നോട് ആരാ പറഞ്ഞേ ചീറ്റ് ചെയ്താ ഞാൻ അവന്റെ ഫിയാൻസി ആയതെന്ന്? എന്നാൽ അങ്ങനെയല്ല. അവന്റെ ഭാഗത്ത് തെറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ. നിർത്തടി അവളുടെ ഒരു ടോക്ക്. How dare to slap me, you bitch? ഇഷാനി അവളെ തൊട്ടുപോകരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ കണ്ടതല്ലേ അവൾ എന്നെ അടിച്ചത്? ഞാൻ കണ്ടു. അതിന് അമ്മയെ ഫിയാൻസി ആയോ? അപ്പൊ നീ എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ അവളുടെ കൂടെ അല്ല. ഫിയാൻസി, ആ ചാപ്റ്റർ ഇന്നലെ കൊണ്ട് തീർന്നു. ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു എനിക്ക് ഈ മാരേജ് വേണ്ട എന്ന്. അവർ നിന്റെ പാരന്റ്സിനോട് ഇപ്പൊ ടോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. അപ്പൊ നീ എന്റെ ജീവിതം നശിപ്പിക്കുവാണ് അല്ലേ? ഇവിടെ നീയാണ് ആയു തെറ്റ് ചെയ്തത്. നീ എന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ. ഷട്ട് അപ്പ് ബ്ലഡി. ഇഷാനി, നീ പറയുന്നത് കള്ളമാണെന്ന് നിനക്ക് തന്നെ നന്നായി അറിയാം. പിന്നെ എന്തിനാ ഈ ഡ്രാമ? ഞാൻ കള്ളം പറയുവാണെന്നോ? നിനക്ക് എങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ തോന്നി? ജസ്റ്റ് സ്റ്റോപ്പ് യുവർ ഡ്രാമ ഇഷാനി. അന്ന് നൈറ്റ് നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. എല്ലാം നീയും ഹലനും ചെയ്ത പ്ലാൻ അല്ലേ? ആ സത്യം മറച്ചു വെച്ചിട്ട് എന്തിനാ നീ നാടകം കളിക്കുന്നത്? നീയാണ് ഈ കള്ളം പറയുന്നത്, അല്ലാതെ ഞാനല്ല. ഒരു പ്ലാനും ആരും ചെയ്തിട്ടില്ല. ആണോ ഇഷാനി? എന്നാ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്.
അയ്യോ ഐ എം സോറി. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാ, അല്ലാതെ നിന്നെ ചതിക്കാൻ വേണ്ടി അല്ല. ഇതാണോ ഇഷ്ടം കാണിക്കുന്ന വഴി? യു നോ വൺ തിങ്, ഇതിന് പ്രണയമെന്നല്ല പറയുന്നത്. നിനക്ക് ഇച്ഛാനോട് ശരിക്കുമുള്ള പ്രണയമായിരുന്നുവെങ്കിൽ ഈ തറവേല കാണിക്കില്ല. ആളുടെ സന്തോഷം മാത്രമേ നോക്കൂ. ദിസ് ഈസ് അവർ മാറ്റർ. അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മളുടെ മാത്രം മാറ്റർ അല്ല, അവളും കൂടെ ഉള്ള കാര്യം തന്നെയാണിത്. അല്ല, നീയും ഞാനും മാത്രമുള്ള കാര്യമാണ്. അവൾക്കിതിൽ ബന്ധം വരാനും മാത്രം അവൾ ആരാ? ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. അപ്പോ നീ അതിനിടയ്ക്ക് ഇവനെ വളച്ചു അല്ലേ? എന്നാലും എസ്തർ, ഞാൻ നിന്നെ സമ്മതിച്ചു. എത്ര വേഗമാണ് നീ ഇവന്റെ മനസ്സിൽ ഇടം നേടിയത്. വന്ന് കേറിയതേ ഉള്ളൂ, അതിനിടയ്ക്ക്. ശരിയാണ്, അവൾ വന്നു കയറിയതേ ഉള്ളൂ. ബട്ട് ഞങ്ങളുടെ ബന്ധം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. തുടങ്ങിയിട്ട് 3 years ആയി. ബട്ട് അതിനിടയ്ക്ക് പലതും നടന്നു. ബ്രേക്കപ്പുമായി. ഇപ്പൊ സത്യം പറഞ്ഞപ്പോ ഞങ്ങൾ ഒന്നിച്ചു. വാട്ട്? അപ്പൊ നീ അന്ന് ഇവളുമായിട്ടായിരുന്നു അല്ലേ റിലേഷൻ? ബട്ട് എനിക്ക് നിന്നെ വേണം. അതെ, പിന്നെ നിനക്ക് ഇനി ഒരിക്കലും എന്നെ കിട്ടില്ല. ഐ ബിലോങ്സ് ടു ഹർ. പിന്നെ നിന്നെ അന്ന് ഹെൽപ്പ് ചെയ്ത അവനുള്ളത് വഴിയെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ബേർ വാ. ഇഷാനി, വാട്ട്സ് ദ മാറ്റർ? അലൻ, ഓൾ ഈസ് ഓവർ. അവനെല്ലാം മറിഞ്ഞു നമ്മൾ അന്ന് ചെയ്തത്. വാട്ട്? ഹൗ? ഐ ഡോണ്ട് നോ. ഇനി എനിക്ക് അവനെ കിട്ടില്ല. അവന് മനസ്സിലായി ഒന്നും നടന്നിട്ടില്ല എന്ന്. ഓ ഷിറ്റ്. അപ്പോ എസ്തർ? അവർ വീണ്ടും സെറ്റായി. നോ, ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് വേണം അവളെ. അത് ഇപ്പോ അവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കും. ഇച്ച, എവിടെന്ന് പിടിച്ചേ? ആരിത്? അപ്പയുടെ പൊന്നൂസല്ലേ? എസ്തു, നീ ഫുഡ് കഴിച്ചോ? എനിക്ക് വേണ്ട ഇച്ച, ഞാൻ വൊമിറ്റ് ചെയ്യും. ഒരു വൊമിറ്റിംഗും ഇല്ല. നീ വന്നേ. പൊന്നൂസിന്റെ മമ്മി ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ പൊന്നൂസേ. മമ്മിക്ക് അടി കൊടുക്കാനുള്ള ടൈമായി. എന്താണ് ഇവിടെ? വന്നല്ലോ. എവിടെയായിരുന്നു ഈ 1 year? അതോ ഒരു ട്രിപ്പിലായിരുന്നു. വളരെ നല്ലതാ. ഈ പൊന്നൂസേ, അങ്കിളിനെ അറിയാമോ? നീ ഏതാടാന്ന് ചോദിക്കേ. വാവ്, അന്തസ്. കൊച്ചു വരെ പല്ലി എന്ന് വിളിക്കുന്നു. കഷ്ടം. അതങ്ങനെയല്ലേ വരൂ. അവളെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് അവളുടെ സ്വന്തം പപ്പയായ നീയല്ലേ? പിന്നെ അവൾ ഇതുമല്ല ഇതിനപ്പുറവും വിളിക്കും. എന്നാലേ കണക്കായിപ്പോയി. എസ്തോ, മര്യാദയ്ക്ക് ഇത് കഴിക്കേ. അതിന് മുമ്പിരുന്ന് പൗട്ട് ചെയ്യാതെ. എനിക്ക് വാരിത്താ. ആഹാ, പൊന്നൂസിന് ഇങ്ങോട്ട് താ. നീ എന്നിട്ട് ചെന്ന് വാരി കൊടുക്ക. പെണ്ണിന്റെ ഓരോ സ്വഭാവം. എന്നാ കഴിക്കി. എസ്തു, ദേ ഈ മരുന്ന് കഴിച്ചേ. പൊന്നു എന്തേ ചായ? വലിയ റൂമിലേക്ക് കൊണ്ടുവന്ന കണ്ടു. അവളെ എടുത്തോണ്ട് വാ, ഫീഡ് ചെയ്യാനുള്ളതാ. എസ്തു, ഇത് നിർത്തിക്കൂടെ? ഇല്ലേ നെക്സ്റ്റ് ആള് വരുമ്പോ പണിയാവും. നിർത്തണം. ഒരു 1 month കൂടി അവൾ കുടിച്ചോട്ടെ. ഹാ. ഐ മിസ് യു. എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? ഈ ഇച്ചായനത് എവിടെ പോയി കിടക്കുക? വിളിച്ചു നോക്കാം. ഹലോ ഇച്ചായ, ഇതെവിടെയാ? അതെ, ഈ ഫോണിന്റെ ഓണർ ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. വാട്ട്? ഇതാരാ? ഞാൻ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഏത് ഹോസ്പിറ്റലാണ്? സിറ്റി ഹോസ്പിറ്റൽ. ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ,
ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ആള് എവിടെയാ? വെയിറ്റ്, ഹീസ് ഇൻ ICU, third floor. ഡോക്ടർ, അകത്ത് കിടക്കുന്ന ആൾക്ക് താൻ ആ ആളുടെ ആരാ? ഫിയാൻസിയ. ആൾക്ക് എങ്ങനെയുണ്ട്? ഐ ആം സോറി, ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് നോക്കി, ബട്ട് രക്ഷിക്കാനായില്ല. നോ. എസ്തു, ചായ. നീ വീണ്ടും പഴയ കാര്യം ആലോചിക്കാൻ തുടങ്ങിയോ? ഇറ്റ്സ് ബീൻ 3 years. അതൊക്കെ മറക്കെസ്തു. നിന്റെ വയറ്റിൽ ഒരാളുള്ളതാ. നീ ഇങ്ങനെ വിഷമിച്ച എന്റെ കൊച്ചിനെ അത് എഫക്ട് ചെയ്യും. നീ ഇപ്പോ പൊന്നിനെ ഫീഡ് ചെയ്തേ.